ഇന്നങ്ങനെ വെറുതെ വീട്ടിൽ ഇരുന്നപ്പോൾ പെഡിക്യൂർ ചെയ്യാനായിട്ടൊരു മോഹം. അങ്ങനെ ഞങ്ങൾ നേരെ വിട്ടത് നമ്മുടെ ഫെയറിലോട്ടാണ്. സമയം ഒരു 11 മണി ആയിട്ടുണ്ടെങ്കിലും ഭയങ്കര വെയിലും ചൂടായിരുന്നു. പിന്നെ അവിടെ ഭയങ്കര തിരക്കായതുകൊണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ നമ്മുടെ പ്രൊസീജിയറൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ നമ്മുടെ ഡീറ്റെയിലും പെഡിക്യൂറാണ് കേട്ടോ ചെയ്തിരുന്നത്. ആദ്യം ഈ ക്രീമൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് പിന്നെ നമ്മുടെ കാലിലുണ്ടായിരുന്ന നെയിൽ പോളിഷൊക്കെ ഒന്ന് റിമൂവ് ആക്കിയിട്ട് നെയിലിന്റെ പുറത്ത് എന്തൊക്കെ ക്രീമൊക്കെ അവർ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഹോട്ട് വാട്ടറിൽ നമ്മുടെ കാലൊക്കെ ഒന്ന് സോക്ക് ചെയ്തതിന് ശേഷം അവർ നെയിൽ ഒന്ന് ഷേപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാട്ടോ ഞാനിവിടെ ഒരു സ്ക്വയർ ഷേപ്പാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് സ്ക്രബിംഗ് ആയിരുന്നു. അത് ചെറിയൊരു പെയിനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതും വാഷ് ചെയ്ത് നമ്മുടെ കാല് നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് വീണ്ടും എന്തൊരു ക്രീമൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. കാലിന്റെ അടിയിലുണ്ടായിരുന്ന ഡെഡ് സെൽസ് ഒക്കെ ഈ ഒരു മെഷീൻ വെച്ച് റിമൂവ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ചൂടും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ടച്ച് ചെയ്ത് നോക്കിയപ്പോൾ നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. മുന്നേ ഒന്ന് റഫ് ആയിരുന്നു, ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സോഫ്റ്റ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടെ വേണമെങ്കിൽ മെഷീൻ യൂസ് ചെയ്തിട്ട് ഓക്കെ ആക്കാം. പിന്നെ വീണ്ടും കാലൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പിലോട്ട് കിടക്കുകയാണ്. ഈ ഒരു ക്രീമും കൂടെ അപ്ലൈ ചെയ്തിട്ട് ഈ ചേച്ചി നമ്മുടെ കാലം നന്നായിട്ടൊന്ന് മസാജ് ചെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ചേച്ചി ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അവിടെ ഒരു ഗ്രേപ്പ് ജ്യൂസ് ഒക്കെ ഓർഡർ ചെയ്ത് കുടിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഒരുപാട് നെയിൽ പോളിഷിൻ്റെ കളക്ഷൻ്റെ കയ്യിൽ തന്നായിരുന്നു. അതിൽ ഈ രണ്ടെണ്ണമാണ് ഞാൻ സെലക്ട് ചെയ്തത്. അതിലൊന്ന് കാലിട്ട് തന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ ബില്ലൊക്കെ ഒന്ന് പേ ചെയ്തു. നോർമൽ പെഡിക്യൂർ വരുന്നത് 600+ GST ആയിരുന്നേ. നമ്മൾ ഡീറ്റെയിൽ പെഡിക്യൂർ ആയതുകൊണ്ടാണ് 850+ GST ആണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് ഷോ ഒക്കെ ഇട്ടിട്ട് അവന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. കാരണം അവന് പെഡിക്യൂർ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ അവൻ്റെ പെഡിക്യൂർ ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് നിങ്ങൾ പരസ്പരം കാലിലൊക്കെ ഒന്ന് പിടിച്ച് നോക്കി നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. ഇനി അങ്ങോട്ട് എല്ലാം ബന്ധം വന്ന് ചെയ്താലോ എന്നായിരുന്നു ഞങ്ങളുടെ ചിന്ത. ഇതിപ്പോൾ 2 മാസം കൂടുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ ഫെയറിൽ വരുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ 2 പ്രാവശ്യം മുടിക്കായിരുന്നെങ്കിൽ ഈ പ്രാവശ്യം കാലിലായിരുന്നു. പിന്നെ പതിവ് പോലെ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഒരു ആമ്പലിൻ്റെ ചെറിയ തയ്യും കൂടി എടുത്തിട്ട് ഞങ്ങളവിടെ തിരിച്ചിട്ടുണ്ടായിരുന്നു.